ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ SSLC പരീക്ഷ എഴുതുവാൻ കാത്തിരിക്കുന്ന കൂട്ടുകാർക്കും നാളെ +2 പരീക്ഷ എഴുതുവാൻ കാത്തിരിക്കുന്ന എൻ്റെ കൊച്ചുമക്കൾക്കും വേണ്ടിയാണ് ഈ ക്ലാസ് സമർപ്പിക്കുന്നത്. ഇത് മുമ്പേ വളരെ നേരത്തെ ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഒരു സംശയം ചോദിച്ചിരുന്നതാണ്. പക്ഷേ എനിക്ക് ഇന്ന് തന്നെ നാളെ പരീക്ഷയുള്ളപ്പോൾ ഇന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? ഓർമ്മയിൽ വെച്ചോണം. കാരണം നമുക്ക് വരും എന്ന് ഉറപ്പുള്ള കുറേ ഗ്രാമർ പാർട്ടിൻ്റെ ഒരു പാർട്ടാണ് ഇത് ഓർമ്മയിൽ വെക്കേണ്ട, തീർത്തും കൃത്യമായി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തരാം. റിപ്പോർട്ടഡ് സ്പീച്ച്, ഒരു ഡയറക്റ്റ് സ്പീച്ച് നമ്മൾ റിപ്പോർട്ടഡ് ആക്കുന്നത്. അതെന്താണ് ഈ ഡയറക്റ്റ് സ്പീച്ച്? ഒരു ആള്, സ്പീക്കർ, സംസാരിക്കുന്ന ആള് പറയുന്ന കാര്യം ഈ സംസാരിച്ച ആൾ പറഞ്ഞത് എങ്ങനെയാണ് എന്ന് വേറൊരാളോട് നമ്മൾ പറയുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലേ? ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നത് അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. റിപ്പോർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അതെങ്ങനെയാണെന്ന്, അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സെന്റൻസിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഓർമ്മയിൽ വെച്ചേക്കേണ്ടത്. അത് മറ്റൊന്നുമല്ല, ഇപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മയിൽ ഓർത്ത് വെച്ചേക്കേണ്ട, കൃത്യം ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് നഷ്ടപ്പെടുകയല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പം വിശദമായിട്ട് ഒന്ന് നോക്കാം. ഒന്ന് പെട്ടെന്നൊന്ന് നോക്കിപ്പോയാലും നിങ്ങളിത് ഓർമ്മയിൽ വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ മാർക്ക് പോകുമെന്നോർത്ത് വറിയാവണ്ട കേട്ടോ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. കം ഓൺ, ലെറ്റ്സ് സീ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പ്രൊനൗൺസ്. ഇതിൻ്റെ പ്രൊനൗൺസ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പ്രൊനൗൺസിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ, ഈ പേഴ്സൺസ് അറിയാമല്ലോ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇതിന്റെ പ്രൊനൗൺസിൽ ഈ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും വരുന്ന വ്യത്യാസം ഈ ഡയറക്റ്റ് സ്പീച്ചിലേത് ഇൻഡയറക്റ്റ് സ്പീച്ച് വരുമ്പം തേർഡ് പേഴ്സൺ ആവണം, തേർഡ് പേഴ്സൺ ആയിട്ട് മാറണം. അത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എക്സാമ്പിൾ ആയിട്ട് നോക്കിയോ, ഇവിടെ ഐ എന്നുള്ള പ്രൊനൗണ് എങ്ങനെയായി തീരും? ഹി അല്ലെങ്കിൽ ഷീ എന്നാകണം. അത് സിംഗുലർ ആണെങ്കിൽ ഐ ബിക്കംസ് ഹി ഓർ ഷീ. പക്ഷേ ഈ ഐക്ക് തന്നെ പ്ലൂറൽ വരികയാണെങ്കിലോ, ഐ എന്ന ഒരു ഫസ്റ്റ് പേഴ്സൺ ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ, ഞാൻ എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലാകുമ്പോൾ അവനെന്നോ അവളെന്നോ പറയാം സിംഗുലറില്. പക്ഷേ ഈ ഐ തന്നെ പ്ലൂറലിലാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അത് യു ആകും, ഈ യു ആയി തീരും. അതുപോലെ യു സിംഗുലർ ആയിട്ടും പ്ലൂറലായിട്ടും നമ്മൾ ഉപയോഗിക്കും അല്ലേ? അന്നേരം സിംഗുലറിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഹി എന്നുള്ളത് ഹിം എന്നും ഷീ എന്നുള്ളത് ഹെർ എന്നും നമുക്ക് ഈ യുവിന് ഉപയോഗിക്കാം. അതുപോലെ ഇതിന് സിംഗുലർ പ്ലൂറലിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഹെർ അല്ലെങ്കിൽ ഹിസ് എന്ന് ഉപയോഗിക്കണം. ഇത് തമ്മിലുള്ള യു ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ യുവിന് ഈ സെക്കൻഡ് പേഴ്സൺ ഒന്ന് യു മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് പല രീതിയിൽ അതിനെ ഉപയോഗിക്കാം. യു ദം എന്ന് ഉപയോഗിക്കാം, യുവർ ആണെങ്കിൽ ദെയർ വരും. അതുപോലെ ഈ അവർ ഐയുടെ പ്ലൂറൽ ഫോം അല്ലേ ഔർ എങ്ങനെയാകും? ദെയർ ആകും. ഇതിന് ഒരു ശകലം കൺഫ്യൂസിങ് ആണെങ്കിൽ നമുക്ക് അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ ഒരല്പം കൂടി ക്ലിയർ ആകും. ഓക്കെ, നമുക്കൊന്ന് നോക്കാം, ഈ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിള്, സീത സെഡ്. ഇവിടെ ഈ കോമയിട്ട് ഇൻവേർട്ടഡ് കോമയ്ക്കകത്തിരുന്നാണ് ഡയറക്റ്റ് സ്പീച്ച് അല്ലേ? അവള് പറഞ്ഞ കാര്യം എന്താണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. സീത സെഡ് ഐ നോ യു ആൻഡ് യുവർ ഫാമിലി. അന്നേരം നമ്മൾ പറയാണ് സീത സെഡ് ദാറ്റ്, സീത പറഞ്ഞു. ഇല്ല, ഈ സെഡിന്റെ സ്ഥാനത്ത് നമുക്ക് ടോൾഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. പറഞ്ഞു, സെഡ് ദാറ്റ് ടോൾഡ് ദാറ്റ് എന്നോ പറയാം. ഷീ ന്യൂ ഹിം ആൻഡ് ഹിസ് ഫാമിലി. ഇവിടെ യു എങ്ങനെയായി? ഐ നോ യു എന്നല്ലേ പറഞ്ഞേ? യു എന്നുള്ളത് ഹിം ആൻഡ് ഹിസ് ഫാമിലി, അവനെയും അവന്റെ ഫാമിലിയെയും അറിയുമെന്ന് അവൾ പറഞ്ഞെന്ന് പറഞ്ഞു. അന്നേരം അതേപടി ഇവിടെ ഈ യു എന്നുള്ളത് പ്ലൂറലിലാക്കിയാ പറയുന്നതെന്ന് ഓർത്തോ. അങ്ങനെയാണെങ്കിൽ അത് തന്നെ സീത സെഡ് ദാറ്റ് ഷീ ന്യൂ ദം ആൻഡ് ദെയർ ഫാമിലി, അവരെയും അവരുടെ ഫാമിലിയെയും അറിയുമെന്ന് പറഞ്ഞെന്ന്. ഇത് അറിയുമെന്ന് പറഞ്ഞു എന്ന് പറയുന്ന ബാക്കി എല്ലാം അതേപടി ഇവിടെ സിംഗുലർ കേസിലെ ഹിം ആൻഡ് ഹിസും
പ്ലൂറൽ ആണെങ്കിൽ them and theirഉം വരും. അങ്ങനെയാണ് ഇത് തമ്മിൽ. ഇത് പല സെന്റൻസ് സെയിം ആണെങ്കിലും ഇതിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണം. അവരെയാണോ അവരുടെ, ഈ സിംഗുലർ ആണെങ്കിൽ അവരെ അവരുടെ, ഇത് ഐ നോ യു ആൻഡ് യുവർ ഫാമിലി, എനിക്ക് നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെയും അവരെയും അവരുടെ ഫാമിലിയെയും അറിയാമെന്ന് പറഞ്ഞ പോലെ അവനെയും അവന്റെ ഫാമിലിയെയും അറിയാമെന്ന് സീത പറഞ്ഞു എന്ന്. അതുപോലെ തന്നെ ഇത് നോക്കൂ, ഇവിടെ പറഞ്ഞത് യു പറഞ്ഞു. ഇത് തന്നെ പ്രിയ സെഡ് ഐ വെൽക്കംഡ് യു എന്ന് പറഞ്ഞു. സീത പറഞ്ഞു ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ വെൽക്കം ചെയ്തെന്ന് അവൾ പറഞ്ഞു. അന്നേരം അത് തന്നെ പ്രിയ ടോൾഡ് ദാറ്റ്, ഇവിടെ സെഡിന് പകരം ടോൾഡ് ദാറ്റ് ഷീ വെൽക്കംഡ് മീ എന്ന് പറഞ്ഞാൽ യു സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുകയാണ് ഇവിടെ. ഷീ വെൽക്കംഡ് മീ, എന്നെ വെൽക്കം ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഇത് നമുക്ക് പ്ലൂറൽ ആയിട്ട് പറയണമെങ്കിൽ പറയാം ഷീ വെൽക്കംഡ് ദം. ഇത് സിംഗുലർ ആണെങ്കിൽ മീയും പ്ലൂറൽ ആണെങ്കിൽ ദം ഉപയോഗിക്കണം കേട്ടോ. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഇത് സിംഗുലർ ഉപയോഗിക്കേണ്ടപ്പോൾ യു വരുന്ന മാറ്റവും ഐക്കും യുവിനുമാണ് ഇങ്ങനത്തെ ഈ കേസ് വരുന്നത്. ഈ യുവിന് വരുന്ന വ്യത്യാസം വരുന്നത്, അങ്ങനെ മാറ്റം വരാനുള്ള കാരണം എന്താണ്? അത് യു സെക്കൻഡ് പേഴ്സൺ ഒന്നേ ഉള്ളൂ, യു എന്ന വാക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഹിമ്മും ഹിസും വന്നു. അതുപോലെ യുവും യുവറും വന്നു, ഹിമ്മും ഹിസും വന്നു. യു യുവറും തന്നെയായിരുന്നു, അത് ഹിമ്മും ഹിസും ആയി, ദമ്മും ദേറുമായി. അതുപോലെ യു എന്ന് പറഞ്ഞപ്പോൾ ഇത് സിംഗുലർ ആയതുകൊണ്ട് മീയും വന്നു, ദമ്മും വന്നു. അതാണ് ഇതിന്റെ വ്യത്യാസം. മനസ്സിലായോ നിങ്ങൾക്കിത്? ഇനി നമുക്ക് അടുത്ത ഭാഗം ഒന്ന് നോക്കാം. ഓക്കെ. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഉള്ളത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആ വെർബിന് ഒരു പ്രത്യേകത കാണും. എന്നാന്ന് ചോദിച്ചാല് നമ്മൾ നിയർനെസ്, അതായത് അടുത്തുള്ള കാര്യങ്ങള് അകലെയായി പോകും. അകലെയായിട്ടാണ് പറയുന്നത്. അതായത് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ദെൻ ഇത് ഈ നൗ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാകും? ദെൻ ആകും. അതുപോലെ ദിസ് എന്നുള്ളത് ദാറ്റ് ആകും. അതായത് നിയർനെസ് ഡിസ്റ്റൻസിൽ കാണിക്കും, ഡിസ്റ്റൻസ് നിയർനെസ്സിൽ കാണിക്കും. അതാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഒത്തിരി വ്യക്തമായിട്ട് പറയാത്തത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മളിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് പറഞ്ഞു. നൗ ദെൻ ദിസ് ദാറ്റ് ആകും. ദീസ് ആണെങ്കിലോ ഈ ദിസും ദീസും തമ്മിലുള്ള വ്യത്യാസം അറിയാം. ഈ ദിസ് ദാറ്റ് ആകുമ്പോൾ ദീസ് ദോസ് ആകും. ഹിയർ ദെയർ ആകും. ദസ് എന്ന് പറഞ്ഞാലോ ദസ് സോയാകും. ദസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതുകൊണ്ട്, അത് സോ ആകുമ്പോ അതുകൊണ്ടെന്നായും. അതുപോലെ കം ആണെങ്കിൽ ഗോ, വരിക എന്ന് പറഞ്ഞു, വരിക എന്നുള്ളത് പോകുക എന്നാകും. ഇതെല്ലാം ഓപ്പോസിറ്റ് വേർഡ് ആയിട്ട് പോകും. ടുഡേ എന്ന് പറയുമ്പോ ദാറ്റ് ഡേ, ഇത് ഓപ്പോസിറ്റ് വേർഡ് അല്ല കേട്ടോ, നിയർനെസ് ഡിസ്റ്റൻസിനെ കാണിക്കാൻ. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ, ടുഡേ എന്നുള്ളത് ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ ടുമോറോ എന്ന് വരും അല്ലേ. പക്ഷെ ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ, ഇന്ന് എന്നുള്ളത് ആ ദിവസം എന്നാകും. അതുപോലെ എഗോ എന്ന് പറഞ്ഞാലോ എഗോ ബിഫോർ, എഗോ എന്നുള്ളത് മുമ്പെന്നാണ്. അത് തന്നെ ബിഫോർ എന്ന് പറഞ്ഞാലും മുമ്പെന്ന് തന്നെയാണ്. പക്ഷെ ഇത് ബിഫോർ, എഗോ ബിഫോർ. ടുമോറോ എന്ന് പറഞ്ഞത് ദ നെക്സ്റ്റ് ഡേ. ടുമോറോ എന്ന് പറയുമ്പോൾ നാളെ എന്ന്, പക്ഷെ ഇത് നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം. അല്ലെങ്കിൽ പറയാം ദ ഫോളോവിങ് ഡേ, ഈ തുടർന്ന് വരുന്ന ദിവസം, അടുത്ത ദിവസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡേക്ക് ദ ഫോളോവിങ് ഡേ, വരുന്ന ദിവസം എന്ന് പറയാം. യെസ്റ്റർഡേ ആണെങ്കിൽ ദ പ്രീവിയസ് ഡേ എന്ന് വരും. ലാസ്റ്റ് നൈറ്റ് ആണെങ്കിലും ദ പ്രീവിയസ് നൈറ്റ് എന്ന്. ഇത് യെസ്റ്റർഡേ ഇന്നലെ, അത് പ്രീവിയസ് ഡേ എന്ന് വരും, തലേ ദിവസം. അതുപോലെ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ തലേ രാത്രി. ഇങ്ങനെ ഈ നിയർനെസ്സിനെ കാണിക്കുന്നതെല്ലാം ഡിസ്റ്റൻസ് ആകും. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അന്നേരം ഇതും ഒരു അല്പം കൂടി വ്യക്തമാകും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത് ഈ നൗ ദെൻ ആകുന്നത്. ഷീ സെഡ് ഐ ആം ലക്കി നൗ, അവൾ പറഞ്ഞു അവൾ ഇപ്പോൾ ഭാഗ്യവതിയാണ് എന്ന് പറഞ്ഞു. ഈ ആം എങ്ങനെയാകും? വാസ് ആകും, നൗ ദെൻ ആകും. അന്നേരം ഷീ സെഡ് ദാറ്റ് ഷീ വാസ് ലക്കി ദെൻ. അതുപോലെ ഷീ സെഡ്
I shall tell you, he said. He said, I shall tell you tomorrow. ഇത് he said that he would tell him or them. him എന്നോ them എന്നോ ആകാം. അത് പ്ലൂറലും സിംഗുലറും അനുസരിച്ച്. സിംഗുലർ ആണ് ഹിമ്മും, പ്ലൂറൽ ആണ് ദെമ്മും. He would tell him or them that next day. Tomorrow will become the next day. അങ്ങനെ ആ നിയർനെസ് ഡിസ്റ്റൻസ് കാണിക്കും എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർക്കുക. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് റിപ്പോർട്ടഡ് സ്പീച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് പറയുന്നത് എങ്കിൽ 2 തരം ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം വേർ ആർ യു ഗോയിങ് എന്നുള്ളത് നമ്മൾ ഇത് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ക്വസ്റ്റ്യൻ വേർഡ് വെയർ, ദെയർ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ്, ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളത് പറയുമ്പം ചോദിക്കുമ്പം ഇതിന്റെ ഈ he said thatന് പകരം എൻക്വയർഡ് എന്ന് ചോദിക്കാം. എൻക്വയർഡ് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു, എന്നോട് അന്വേഷിച്ചു എന്ന്, എന്നോട് ചോദിച്ചു എന്ന്, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചു എന്ന്, he asked എന്ന് ചോദിക്കാം. പക്ഷേ ഇത് കഴിഞ്ഞ് ഇതിനൊരു പ്രത്യേകതയുള്ളത് എന്നാണെന്ന് ചോദിച്ചാൽ ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരും. അതെന്നാന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ വേർഡ്സിന് പകരമായിട്ട് ഈ ചോദിക്കുന്നത് ഡിഡ് ചേർത്ത്, അതായത് ഓക്സിലറി വെർബ് ആണെങ്കിൽ അതിന്റെ ആൻസർ എങ്ങനെയായിരിക്കും? ഈ ആൻസർ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലാതെയുള്ള ഈ നമ്മൾ പറഞ്ഞതുപോലെ ഓക്സിലറി വെർബ്സ്, ഓക്സിലറി ചേർത്തുള്ള ഇതാണെങ്കിൽ, ഓക്സിലറി ചേർത്തുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചേർക്കുമ്പോൾ പ്രത്യേക ഓർമ്മയിൽ വെച്ചോണം, ഈഫ് അല്ലെങ്കിൽ വെദർ ചേർത്ത് വേണം ഇതിന് ആൻസർ പറയാൻ. അതായത് ഇപ്പൊ പറയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് ചേർത്ത് നമ്മളോട് പറയുകയാണ്, ക്വസ്റ്റ്യൻ they said to me where are you going, അന്നേരം they enquired me that where I was going ചോദിക്കാം. അല്ലെങ്കിൽ ഈ asked that where I was going എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇതിന് പല ക്വസ്റ്റ്യൻ വേർഡ്സിന് ഇത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെ. പിന്നെ നമുക്ക് ഓർഡർ ചെയ്യുന്നതാണെങ്കിലോ he ordered me that എന്ന് പറഞ്ഞാൽ he ordered me that എന്ന് പറഞ്ഞ് don't go there, he ordered me don't go there, അന്നേരം he ordered me എന്ന് പറഞ്ഞ് പറയണം. അതുപോലെ ഈ ക്വസ്റ്റ്യൻ വേർഡ്സും പിന്നെ ഈ കമാൻഡിങ് വേർഡ്സ് ചേർത്ത് മാറ്റുന്നത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. അത്രേ ഉള്ളൂ. ഈ വെർബ് ചേർക്കുന്നത് ഈഫ് വെദർ ചേർക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഓക്സിലറി. ഡിഡ് യു സ്റ്റഡി, ഹി എൻക്വയർഡ് മീ വെദർ ഐ was studied എന്ന് ചോദിക്കണം. he enquired whether I am, he asked me, said to his friends, are you studying in 4th class ചോദിച്ചു. അന്നേരം അല്ലെ +2 എന്ന് ചോദിച്ചു. whether I am studying in +2 എന്ന് ചോദിക്കുക. അങ്ങനെ അതുപോലെ എന്തെങ്കിലും ഓർഡർ ഇടുകയാണെങ്കിൽ he ordered me എന്ന് ചേർത്ത് പറഞ്ഞാൽ മതി. Okay, is it clear to you? Okay, മനസ്സിലായോ പറഞ്ഞത് എങ്ങനെയാണെന്ന്? ഈഫും വെദറും ചേർക്കുന്ന എവിടെയാന്ന് പറഞ്ഞല്ലോ. ഇത് എൻക്വയർഡ് അന്വേഷിച്ചു, ഇത് അല്ലെങ്കിൽ അവരെ എന്നോട് ചോദിച്ചു വെദർ ഐ ആം സ്റ്റഡിയിങ് ഇൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വെദർ ഐ ആം സ്റ്റഡിയിങ് എന്നിട്ട്, അല്ലെങ്കിൽ അത് അല്ലെ വെദറിന്റെ സ്ഥാനത്ത് ഈഫ് ഐ ആം സ്റ്റഡി അങ്ങനെ ചോദിച്ച് പറയുക. അല്ലെങ്കിൽ ഈ വേറെ ഈ സെന്റൻസുകൾ പല രീതിയിലുണ്ടല്ലോ. ക്വസ്റ്റ്യൻ അല്ലാതെ പിന്നെയുണ്ട് നമ്മളോട് ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലേ. ഓർഡർ ചെയ്യുന്ന സെന്റൻസുകൾ ഏതാണ്? ഡോണ്ട് ഗോ ദേർ, ഡോണ്ട് സ്റ്റാൻഡ് ദേർ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഹി ഓർഡേർഡ് മീ ദാറ്റ് എന്ന് പറഞ്ഞാൽ ആ ഓർഡർ ചെയ്ത് അതേപടി പറഞ്ഞാൽ മതി. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ അതുപോലെ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ടെൻസ് ഏത് ടെൻസിലാണെങ്കിലും ജസ്റ്റ് ഓപ്പോസിറ്റ് ടെൻസ് വരുന്നു. പിന്നെ ബി ഫോംസ് ഈസ് ബീയിങ് ചേർത്ത് ബി ഫോംസ് ഈസ ആമ ആറ് വാസ വേറ്, അത് ഈസ ആമ ആറ് ആണെങ്കിൽ വാസ വേറ് ആകണം. പിന്നെ ഷാള ഷുഡ് അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഷാള ഷുഡ് വില്ല വുഡ് അങ്ങനെ എല്ലാം
ചേർത്ത് പറഞ്ഞാൽ മതി. പാസ്റ്റ് ടെൻസിൽ പ്രസൻറ്റ് ടെൻസിലുള്ളതെല്ലാം പാസ്റ്റ് ടെൻസിൽ വരും. അങ്ങനെ വന്നാൽ മാത്രം മതി. വേറെ ഒന്നും ഓർത്ത് റിപ്പോർട്ടഡ് സ്പീച്ചിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് എഴുതിയുള്ളൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് എക്സാം. ട്രൈ ടു ഗെറ്റ് you will get a full mark for reported speech. Okay, wish you all the best to get plus A plus, full A plus. Okay.